തരും കരമോ നീ എന്നും ജനമാമി നദിയിൽ വീണൊഴുകി നീ എന്നും ഇടത് പലതുണ്ട് മുന്നിൽ നീയുണ്ട് ഒരുതി നേടുന്ന കനവിൽ നീയുണ്ട് കഠിന വഴികളിൽ കരുതലുമുണ്ട്. നമസ്കാരം. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കും രാഷ്ട്രീയ ചർച്ചകൾക്കും ഒടുവിലാണ് ഈ നിർണായക തീരുമാനമുണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിർണായക നീക്കമായി വിലയിരുത്തപ്പെടുന്ന ഈ പ്രഖ്യാപനം കേരള രാഷ്ട്രീയത്തിൻ്റെ പുതിയ ദിശയെ എങ്ങനെ സ്വാധീനിക്കും? ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ പാർട്ടിക്കെഴുതിയ ഒരു തുറന്ന കത്ത് ഫേസ്ബുക്കിൽ വൈറലാവുകയാണ്. ആ കത്തിലെ ഓരോ വഴികളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ ചർച്ചകളിലും വലിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ ഇത്രത്തോളം ആഘോഷിക്കപ്പെടുന്നത്? ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ എഴുതിയ ഈ കുറിപ്പ് പല കോൺഗ്രസ് പ്രവർത്തകരുടെയും മനസ്സിലെ ശബ്ദമാണോ? ഒരു നേതാവിനെക്കുറിച്ച് പ്രവർത്തകർ ഇത്ര വികാരാധീനനാകാൻ കാരണമെന്താണ്? പ്രതിപക്ഷ നേതാവായി തെരുവിൽ നിന്ന് നടത്തിയ പോരാട്ടങ്ങളോ, അല്ലെങ്കിൽ കോൺഗ്രസ് ഏറെ നാളായി കാത്തിരിക്കുന്ന പ്രതീക്ഷയോ? ആ കത്തിനുള്ളിലെ രാഷ്ട്രീയം എന്താണ്? അതിൻ്റെ പിന്നിലെ പ്രവർത്തക മനസ്സ് എന്തായിരുന്നു? ഇന്നത്തെ കേരള വൈബ്സിൻ്റെ വിശകലനത്തിൽ ആ കുറിപ്പിലൂടെ നമുക്ക് സഞ്ചരിക്കാം. എന്തുകൊണ്ടാണ് വി.ഡി. സതീശൻ ഇത്രത്തോളം ആഘോഷിക്കപ്പെടുന്നത്? കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസമാധാനം നഷ്ടപ്പെട്ട ദിവസങ്ങൾ. ഓരോ ഫോൺ കോളിലും ഓരോ ചർച്ചയിലും ഒരേയൊരു ചോദ്യം മാത്രം: ആരാണ് മുഖ്യമന്ത്രിയാകുന്നത്? അനുഭവ സമ്പത്തിൻ്റെ കരുത്തുമായി രമേശ് ചെന്നിത്തല. കെ.സി. വേണുഗോപാലിന് വലിയ സംഘടനാ പിന്തുണയും ദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധവും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ മുന്നണി നയിച്ചവൻ എന്ന നിലയിൽ വി.ഡി. സതീശനും ഉണ്ടായിരുന്നു. എന്നാൽ ഒടുവിൽ ഹൈക്കമാൻഡ് എടുത്ത തീരുമാനം ഒരു രാഷ്ട്രീയ നീക്കം മാത്രമായിരുന്നില്ല. കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയമിടിപ്പ് കേട്ടെടുത്ത തീരുമാനമായിരുന്നു അത്. സത്യത്തിൽ ആ തീരുമാനം വന്ന നിമിഷം എത്രയോ പ്രവർത്തകരുടെ കണ്ണു നിറഞ്ഞു. കാരണം ഞങ്ങൾ ആദ്യമായാണ് അത് അനുഭവിച്ചത്. ഞങ്ങളുടെ വികാരങ്ങൾക്കും വിലയുണ്ട് എന്ന ബോധ്യം. എത്രയോ രാത്രികൾ കൊടിയും പിടിച്ച് നിന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ കുടുംബം പോലും മറന്ന് പാർട്ടിക്കായി ഓടി നടന്നിട്ടുണ്ട്. സത്യത്തിൽ ഇത് ഒരു പദവിയെക്കുറിച്ചുള്ള തീരുമാനം മാത്രമായിരുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ് ഇനി ഏതു വഴിയിലേക്കാണ് നീങ്ങുന്നത് എന്ന തീരുമാനമായിരുന്നു. സാധാരണ പ്രവർത്തകരെ വീണ്ടും നെഞ്ചുയർത്തി നടക്കാൻ പ്രേരിപ്പിച്ച തീരുമാനമായിരുന്നു. മുഖ്യമന്ത്രി ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ കേട്ട പേര് വി.ഡി. സതീശൻ്റെതായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു സാധാരണ നേതാവിനേക്കാൾ കൂടുതലായി വി.ഡി. സതീശൻ ആഘോഷിക്കപ്പെടുന്നത്? കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ വേദനയിലും പ്രതീക്ഷയിലുമാണ് അതിൻ്റെ ഉത്തരമിരിക്കുന്നത്. വർഷങ്ങളായി ഈ പാർട്ടിക്കായി ജീവിതം ചെലവഴിച്ച സാധാരണ പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ വേദന നൽകിയിരുന്നത് എതിർ പാർട്ടികളുടെ ആക്രമണങ്ങളല്ല, സ്വന്തം പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് രാഷ്ട്രീയമായിരുന്നു. ഗ്രൂപ്പുകളുടെ പേരിൽ നടന്ന അധികാര പോരാട്ടങ്ങൾ പാർട്ടിയെ എത്രത്തോളം ദുർബലമാക്കി എന്നത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചവരാണ് നമ്മൾ. പാർട്ടിക്കായി തെരുവിൽ പോരാടിയ പ്രവർത്തകർക്ക് ഒരു വിലയുമുണ്ടായിരുന്നില്ല. ആ വേദന പ്രവർത്തകരുടെ മനസ്സിൽ ഇന്നും ജീവനോടെയുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് വി.ഡി. സതീശൻ ഉയർന്നു വന്നത്. അദ്ദേഹത്തെ പ്രവർത്തകർ സ്വീകരിച്ചതിൻ്റെ ഏറ്റവും വലിയ കാരണം അദ്ദേഹം ഒരിക്കലും ഒരു ഗ്രൂപ്പിൻ്റെ നേതാവാകാൻ ശ്രമിച്ചില്ല എന്നതാണ്. സ്വന്തം ആളുകളെ മാത്രം വളർത്തുന്ന രാഷ്ട്രീയം കളിച്ചില്ല. പ്രവർത്തകരെ തമ്മിൽ തല്ലിക്കുന്ന കളികളിൽ ഉണ്ടായിരുന്നില്ല. പകരം ജനങ്ങളുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന ഒരു ശബ്ദമായി മാറി. പ്രതിപക്ഷ നേതാവായതിനു ശേഷം അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു പുതിയ ആത്മവിശ്വാസം നൽകി. സർക്കാരിനെ ശക്തമായി ചോദ്യം ചെയ്യുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഉയർത്തിപ്പിടിക്കുകയും ചെയ്തപ്പോൾ പ്രവർത്തകർക്ക് തോന്നിയത് ഇത് നമ്മുടെ ശബ്ദമാണ് എന്നായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് വി.ഡി. സതീശനെ ആഘോഷിക്കുന്നത് ഒരു വ്യക്തിയെ ആരാധിക്കുന്നത് പോലെ അല്ലാത്തത്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ മടുത്തുപോയ ഒരു തലമുറയുടെ പ്രതീകമായിട്ടാണ് ആളുകൾ അദ്ദേഹത്തെ കാണുന്നത്. ഇന്ന് കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹമാണുള്ളത്: ഗ്രൂപ്പുകൾ അവസാനിക്കണം, പാർട്ടി രക്ഷപ്പെടണം. സത്യത്തിൽ ഒരു നേതാവിനെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പദവി കൊണ്ടല്ല, അവരിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന പ്രതീക്ഷ കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സാഹചര്യത്തിനനുസരിച്ച് ശക്തമായ തീരുമാനമെടുത്ത ഹൈക്കമാൻഡിനോട് ഹൃദയത്തിൽ തൊട്ട് കടപ്പാടുണ്ട്. സ്വന്തം ആഗ്രഹങ്ങളെക്കാൾ പാർട്ടിയുടെ ഭാവിയെ മുൻനിർത്തി സഹകരിച്ച കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്കും ആദരം.
ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു അപേക്ഷ കൂടിയുണ്ട്. ഇത്തരം തീരുമാനങ്ങൾ ഇനി കാലതാമസം കൂടാതെ വേഗത്തിൽ തന്നെ എടുക്കണം. കാരണം പുതിയ തലമുറ വളരെ വേഗത്തിലാണ് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. മണിക്കൂറുകൾ നീളുന്ന അനിശ്ചിതത്വം പുതിയ തലമുറയിലെ പ്രവർത്തകരുടെ മനസ്സിനെ തളർത്തും. കേരളത്തിലെ കോൺഗ്രസ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഗ്രൂപ്പുകൾ അവസാനിക്കണം. പ്രവർത്തകരുടെ ആത്മാഭിമാനം തിരികെ വരണം. ജനങ്ങളുടെ പാർട്ടിയായി കോൺഗ്രസ് വീണ്ടും മാറണം. സത്യത്തിൽ പാർട്ടിയെ ജീവനോടെ നിർത്തുന്നത് നേതാക്കൾ മാത്രമല്ല, ഒന്നും പ്രതീക്ഷിക്കാതെ കൊടിപിടിച്ച് നിൽക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരുടെ ഹൃദയമാണ്. വി.ഡി. സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്നത് ആ പുതിയ തുടക്കത്തിൻ്റെ ആദ്യ ചൂടാകട്ടെ. ജയ് കോൺഗ്രസ്. ഈ കുറിപ്പിലൂടെ ഒരു കാര്യം വ്യക്തമാണ്. ഒരു നേതാവിനെ ജനങ്ങൾ ആഘോഷിക്കുന്നത് വെറും പ്രസംഗങ്ങൾ കൊണ്ടല്ല, പ്രവർത്തകരുടെ മനസ്സിൽ വിശ്വാസമുണ്ടാകുമ്പോഴാണ് ഒരു നേതാവ് പ്രസ്ഥാനമായി മാറുന്നത്. വി.ഡി. സതീശനെക്കുറിച്ചുള്ള ഈ തുറന്ന കത്ത്, അതിൽ കാണുന്ന വികാരം, അതിലെ ആത്മാർത്ഥത, അത് ഒരാളോടുള്ള വ്യക്തിപരമായ ആരാധന മാത്രമല്ല, കോൺഗ്രസ് പ്രവർത്തകരുടെ ഉള്ളിൽ വർഷങ്ങളായി അടിഞ്ഞുകൂടിയ പ്രതീക്ഷയുടെ ശബ്ദം കൂടിയാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലും അടുത്ത പ്രവർത്തകർ തങ്ങളുടെ വികാരങ്ങളും പ്രതീക്ഷകളും തുറന്നു പറയാൻ കണ്ടെത്തിയ പേരാണ് വി.ഡി. സതീശൻ എന്ന വിലയിരുത്തലും ശക്തമാണ്. ആ ആഘോഷം സോഷ്യൽ മീഡിയയിലെ കയ്യടികളിൽ മാത്രം ഒതുങ്ങുമോ? അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഭാവിയെ തന്നെ സ്വാധീനിക്കുന്ന ശക്തിയായി മാറുമോ? കാലം അതിന് ഉത്തരം പറയുക തന്നെ ചെയ്യും. നിങ്ങൾ കണ്ടത് കേരള വൈബ്സ്. കേരള വൈബ്സ് നിങ്ങളോടൊപ്പം തുടരും.